ലിസ് ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യ ഫിഷറീസിൽ നിന്നുള്ള നല്ല ഫ്രഷ് കൂന്തൽ കൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂന്തൽ മസാലയാണ്. അപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലുള്ള സ്ഥാപനമാണ്. അവര് ഫിഷ് ക്ലീൻ ആക്കി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതിന് പ്രത്യേകിച്ച് വേറെ ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ കൂന്തൽ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാനൊക്കെ അറിയാം, പക്ഷെ കുറെ പേര് നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണെന്ന് അറിയാം. പക്ഷെ കുറെ പേര് ഇത് അവോയ്ഡ് ചെയ്യുന്നതിന്റെ കാരണം എന്താ എല്ലാവർക്കും അറിയാം, അത് വേവില്ല എന്നുള്ള ഒരു പരാതിയാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കുക്കിങ്ങിന്റെ ഇടയിൽ പറയാം. അപ്പൊ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും കൂടി കാണാം. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ആവാണ്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 1 കിലോ കൂന്തളാണ് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ നീല കളറൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം തിരുമ്പി വെച്ചിട്ട് കഴിയാലും മതി. അപ്പൊ ഞാൻ വെള്ളമൊക്കെ മാക്സിമം കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വേണം. പിന്നെ ഇവിടെ നമ്മള് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക്, പിന്നെ 2 തക്കാളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ നാളികേരാണ് ചിരകിയത്. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളും കൂടി ഒരുമിച്ച് അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടിയും 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വേണം. ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ കൂന്തലിനെ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന്റെ ഇടയിൽ നമുക്ക് മസാലയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. നാളികേരം 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നാളികേരം ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് മിക്സിയിലെ ചെറിയ കപ്പിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഈ നാളികേരം നമ്മള് ഒന്ന് ചൂടാക്കിയത് ഒന്ന് ചൂടാറട്ടെ കേട്ടോ, എന്നിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ആ സമയത്ത് നമ്മള് കൂന്തൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മറ്റേത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഇത് ഉണ്ടാക്കുമ്പോൾ. ഇനി അതിലേക്ക് നമ്മൾ സവാള ചോപ്പ് ചെയ്ത് വെച്ചത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആണ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുക്കണ്ട, അപ്പൊ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്ക് നാളികേരം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ അരയണ്ട, ഇതുപോലെ പൊടിഞ്ഞാൽ മതി കേട്ടോ. നമ്മള് കോക്കനട്ട് ചൂടാക്കി എടുത്ത പാത്രം തന്നെ ഒന്നുകൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സബോള ഇവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ആഡ് ചെയ്യാണ്. 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകാം. അപ്പോൾ ഞാൻ കൂന്തളിന്റെ വേവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, കൂന്തളിന്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇതിന്റെ വേവ്. അപ്പൊ ഈ കൂന്തളിന്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം വേവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മിക്കവാറും പേർക്ക് പ്രശ്നം പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കൂന്തൽ വേവിക്കും. കൂന്തൽ വേവിക്കും തോറും ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ച പോലെയോ ഈ റിംഗ് ആയിട്ടല്ലേ, അത് ഇങ്ങനെ വലിച്ചാൽ കടിച്ച് വലിച്ച് തിന്നില്ല, ആ ഒരു രീതിയിലാവും.
അപ്പൊ മിക്കവാറും പേര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ആവാണ്ടാവുമ്പോ കുക്കറിലിട്ടിട്ട് ഒരു എന്താ പറയാ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വേവിക്കുന്ന കണ്ടുണ്ട്. അപ്പൊ എന്താ ഉണ്ടാവുക, കൂടുതൽ റബ്ബറായിട്ട് വരുള്ളൂ. ശരിക്കും പറയാ വെച്ചാൽ ചെമ്മീനെക്കാട്ടും സ്വല്പം കൂടി കൂടുതൽ വേവും. അപ്പൊ ഈ വേവുമ്പോ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ഇപ്പൊ ചെമ്മീനൊക്കെ നമ്മൾ വേവിക്കുമ്പോ ആ വൈറ്റ് കളറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് വൈറ്റ് കളറാവില്ലേ, അതേപോലെ തന്നെയാണ് ഈ കൂന്തൽ. അതേപോലെ തന്നെയാണ് നമ്മുടെ കൂന്തൽ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് കിടക്കണം, ഈ വൈറ്റ് കളർ പോലെ കിടക്കണം. ഇത് ഒന്ന് വേവുമ്പോ അതിന്റെ കളറൊന്ന് മാറിയിട്ട് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് വരും. അപ്പൊ അത്ര നേരമാണ് നമ്മൾ കൂന്തൽ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുമ്പോ തന്നെ ഇങ്ങനെ പൊട്ടി പോരും. അത്രയും കുറവ് വേവ കൂന്തലിനുള്ളൂ. അപ്പൊ അതാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സവാള ഒരുവിധം നന്നായിട്ട് വഴന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മള് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചത് ആഡ് ചെയ്യാം. അതൊന്ന് സോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. വെള്ളവും ഇതും കൂടി ഒന്ന് ചൂടായി വരുന്നുള്ളൂ കേട്ടോ. ചൂടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് കുക്കായി കിട്ടണം. അപ്പൊ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കണം. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പിന് താഴെ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവന്റെ കളർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചു തുടങ്ങി ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ആവുമ്പോഴത്തേക്കും ഇതിന്റെ കളറൊക്കെ മാറി വന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ചൂടുവെള്ളത്തിൽ ഇരുന്നിട്ട് ഇനി ബാക്കിയുള്ള വേവ് ആയിക്കോളും. ഇത്രയ്ക്കേ ഉള്ളൂ വേവ് ശരിക്കും കൂന്തൽ. നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഇവിടെ. അപ്പൊ നമ്മുടെ ടൊമാറ്റോ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. അതിനൊപ്പം നമ്മൾ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് 1/4 ടീസ്പൂൺ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തള് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഡ്രൈ ആയിട്ടല്ല, കൂന്തൽ മസാല പോലെ, അതായത് ചോറിനും ചപ്പാത്തിക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഈ വെള്ളത്തോട് കൂടി ഞാൻ ഒഴിച്ചത്. അല്ലെങ്കിൽ ഇത്തിരി കൂടി കുറവ് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടിട്ട് ഈ മസാലയ്ക്ക് ഒന്ന് നമ്മുടെ കൂന്തളുമ്മ ഒന്ന് പിടിക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നേരം മുമ്പ് പൊടിച്ചു വെച്ചില്ലേ ആ നാളികേരം ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കോക്കനട്ടിൻ്റെ ആ ഫ്ലേവറും കൂടി ഇതിലേക്ക് കിട്ടും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കണം മല്ലിയില വന്നിട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ വേവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിൻ്റെ വേവ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഞാനത് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അത്രയും സിമ്പിളായിട്ട് കടിച്ചു വലിക്കേണ്ടി വരില്ല ഇതേപോലെ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സും അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമന്റ് ബോക്സിൽ വരട്ടെ. അടുത്ത തവണ നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.